എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഞാനും ഉണ്ടായിട്ടുണ്ട്, മോഹൻലാൽ പ്രസിഡൻ്റായിട്ടുള്ള കമ്മിറ്റിയിൽ ഞാനുണ്ടായിട്ടുണ്ട്. എതിർത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല ഒന്നാമത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അമ്മ സംഘടനയുടെ ജോയി മാത്യു പറഞ്ഞ വാക്കുകളാണ്. ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. മോഹൻലാൽ സംഘടനയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ കമ്മിറ്റിയിലുണ്ടായിരുന്നു. എതിർവാക്കില്ലായിരുന്നു. മോഹൻലാലിന് എതിർവാക്കില്ലായിരുന്നു. കാരണം എതിരായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരുന്നു എന്നാണ് ജോയി മാത്യു ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇതിനിടയിൽ നമുക്ക് മൊബൈൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്തു നിന്ന് ഓഡിയോ, മറുവശത്തു നിന്ന് മറ്റ് ഓഡിയോ. ഇതിനിടയിൽ ശ്വേതാമേനോൻ ഗീർവാണം മുഴക്കി പറഞ്ഞു, ഞാൻ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജിവെച്ചു. അത് കുറച്ച് ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ പോയി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞാൻ എന്തിനു രാജിവെക്കണം എന്ന് വിചാരിച്ച് കാണും. ഏതായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. ഞാൻ രാജിവെക്കാൻ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. എന്ത് പറഞ്ഞാലും ഞാനിത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. ഈ രാഷ്ട്രീയത്തിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിലെ അമ്മ സംഘടനയിൽ ഇത് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ലക്ഷ്മിപ്രിയ രാജിവെച്ചു എന്ന് പറയുന്നു. ഇനി ഇവരാരും രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം. മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെ ആകെപ്പാടെ അലിക്കുലിത്താകെ മാറുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ തല്ലാണ്. നമ്മുടെ ജോയി മാത്യു പറയുന്ന കണക്കിന് ഒരു കമ്മിറ്റി പോലും നടക്കാറില്ല. പ്രസിഡൻ്റ് ഒരു വശത്ത്, സെക്രട്ടറി ഒരു വശത്ത്, ഖജാൻചി കാശുമായിട്ട് എവിടേക്കോ പോയിരിക്കുന്നു. ഇതിന് കണക്കുമില്ല, കണക്കുകൂട്ടലും ഇല്ലാത്ത ഒരവസ്ഥ, ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ സംഘടന പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ജോയി മാത്യു ഇത് രാജിവെക്കുന്നു. എന്നിട്ട് റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു കമ്മിറ്റി പോലും നേരെ ചൊവ്വേ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാണ്. സെക്രട്ടറിയും പ്രസിഡൻറ്റും തമ്മിൽ പ്രശ്നമാണ്. ആ പ്രസിഡൻറ്റ് രാജിവെച്ചിട്ട് ആ സ്ഥാനത്തേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ജോയിൻറ്റ് സെക്രട്ടറി. ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു കുശുമ്പും കുന്നായ്മയൊക്കെ നിറഞ്ഞ ഒരു മേഖലയായിട്ട് അമ്മ സംഘടനയുടെ നേതൃത്വം മാറി എന്ന് ജോയി മാത്യു തുറന്നടിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മോഹൻലാൽ പ്രസിഡൻ്റായിരുന്ന സമയത്തും കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കിന് എതിർവാക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ഒന്നും തിരിച്ചു പറയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അങ്ങനെ തെറ്റുകളൊന്നും സംഭവിക്കാറില്ലായിരുന്നു. അല്ലാതെ സ്ഥാനത്ത് ചെന്നിരുന്ന അമ്മ സംഘടനയുടെ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഞെളിഞ്ഞിരിക്കേണ്ട കാര്യം മോഹൻലാലില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് അതൊക്കെ വളരെ നിസ്സാരമായിരുന്നു. എല്ലാവരും കൂടെ അദ്ദേഹത്തെ പിടിച്ച് അവിടെ ഇരുത്തുകയായിരുന്നു. അത് ജോയി മാത്യു പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഞാനും ഉണ്ടായിട്ടുണ്ട്, മോഹൻലാൽ പ്രസിഡൻ്റായിട്ടുള്ള കമ്മിറ്റിയിൽ ഞാനുണ്ടായിട്ടുണ്ട്. എതിർത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല ഒന്നാമത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ. അല്ലാതെ ഇത് ഈ അമ്മ പ്രസിഡൻ്റ് ആയതിൻ്റെ പേരിൽ പ്രശസ്തരാവേണ്ട ആൾക്കാരല്ല. ദേ ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് സെലിബ്രിറ്റീസ്, എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ്. അവർക്ക് ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റാന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമായിരുന്നു. തെറ്റായ തീരുമാനം അവരെടുത്തതായിട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ തിലകൻ്റെ ഒക്കെ കാര്യത്തിൽ എങ്കിലും മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെയാണെങ്കിൽ തന്നെ അവരോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട അവസരം വരില്ല, അവരത് സൃഷ്ടിക്കില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും തമ്മിൽ യോജിപ്പില്ല. അതായത് ഒന്നാമത് മത്സരിച്ച് വരുന്നതാണല്ലോ. ഇൻഡിവിജ്വലായി മത്സരിച്ച് വരുമ്പോൾ അവർക്ക് 17 ആൾക്കും 17 പ്ലാൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? എപ്പോൾ സെക്രട്ടറി രാജിവെക്ക് നോക്കിയിരിക്കുകയാണ് ജോയിൻറ്റ് സെക്രട്ടറി, എപ്പോൾ പ്രസിഡൻറ്റ് രാജിവെക്ക് നോക്കിയിരിക്കുകയാണ് വൈസ് പ്രസിഡൻറ്റ്. ഇങ്ങനെയുള്ളൊരു സംഘടന സെറ്റപ്പിൽ ഒരിക്കലും ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ഈ പരസ്പരം പഴിചാരലും എന്താ പറയുക, ഈ പരാതികളല്ലാതെ. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം എല്ലാം കൂടെ അടിച്ച് അവിടെ പരിക്കൊന്നും പറ്റിയില്ലല്ലോ. ആ അവസ്ഥയായിരുന്നു അവിടെ അല്ലേ. ഏത് നിമിഷവും തല്ലുകൂടാവുന്ന ഒരു നിലയിലേക്ക് മാറി. എന്താടേ ഈ കേൾക്കുന്നത്? ഈ അമ്മ സംഘടനയിൽ നമുക്ക് എപ്പോഴും അറിയാം, സിനിമാ മേഖലയിൽ ഈഗോയുടെ പ്രശ്നമുണ്ട്.
അവിടെ ഈഗോയുടെ പ്രശ്നം അത് കൃത്യമായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ തയ്യാറില്ല. എന്നേക്കാൾ മുകളിലല്ല നീ എന്നുള്ള ഭാവം തന്നെയാണ് മിക്കവാറും ഉള്ളത്. അത് തന്നെ ജോയി മാത്യു പല പ്രാവശ്യം രാജി നേരത്തെ തന്നെ വെച്ചതാണ്. പിന്നെ ശ്വേതാമേനോൻ വിളിച്ചു പറഞ്ഞു രാജിവെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് രാജിവെക്കാതിരുന്നതാണെന്നാണ് പറയുന്നത്. അദ്ദേഹം നേരത്തെ രാജിവെച്ചു. ട്രഷററുടെ പുറകെ പോകുന്നു. അങ്ങനെ പലരും പല രീതിയിലേക്ക് പോകുന്നു. സംഘടന ഇപ്പം നിലവിലില്ലാത്ത ഒരവസ്ഥയാണ്. കാരണം സംഘടനയുടെ കമ്മിറ്റിയൊന്നും നിലവിലില്ല. ഇതിനിടയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മൾ ഈ മൊബൈൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ വീഡിയോകൾ, എന്തൊക്കെ ഓഡിയോ ക്ലിപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതൊരു കുഴപ്പമില്ലാത്ത സംഘടന അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിന് ഇനിയും അടിയന്തര സഹായമൊക്കെ കൊടുത്ത് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും മോഹൻലാലൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ പറ്റും. പക്ഷേ മോഹൻലാലൊന്നും ഇതിന് ഇനി തയ്യാറാകുമോ എന്നറിയില്ല. കാരണം യാതൊരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് പോയി അദ്ദേഹം ഇരുന്നിട്ട് ഉള്ള ഇത് മൊത്തം അദ്ദേഹം ഏറ്റുവാങ്ങുക. ഇത് കണ്ട് മറ്റുള്ളവരിൽ ചിരിക്കുക. ഇതാണ് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഇനി ഒരു കാരണവശാലും ലാലേട്ടൻ ഈ സംഘടനയുടെ തലപ്പത്ത് വരരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് ലാലേട്ടൻ ഇനി ഒരിക്കലും സംഘടനയുടെ തലപ്പത്ത് വരില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. വരും ദിവസങ്ങളിൽ പുതിയ പുഴുക്കുത്തുങ്ങളും ഒക്കെ പുറത്തു വരും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. മാധ്യമങ്ങൾക്കെല്ലാം വളരെ പെരുത്ത സന്തോഷമായി. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. മതങ്ങളിലൂടെ എങ്ങനെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള ഇതാണ് ഇവരുദ്ദേശിക്കുന്നത്. കാരണം അധികം സിനിമയൊന്നുമില്ല, എന്നാൽ ഇങ്ങനെങ്കിലും പോട്ടെ എന്നായിരിക്കും ഇവരൊക്കെ കരുതുന്നത്. മലർന്നു കയറുന്നത് തുപ്പുന്നതിന് തുല്യമാണ് എന്നുള്ളത് ഈ ഉള്ളവർ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.